അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ നൂരിയ ചാനലിൻ്റെ അതിഥി പ്രമുഖ പണ്ഡിതൻ UK അബ്ദുൽ ലത്തീഫ് മൗലവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് UK ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. സമസ്ത വേദികളിലും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് ഉസ്താദിന് ഇപ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഏതാണെങ്കിലും സമസ്തയുടെ ചരിത്രം ചോദിക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയും. അതുപോലെ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ വേദികളിലും ഒരു കാലത്ത് സജീവ സാന്നിധ്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധമായിട്ടൊക്കെ ഉസ്താദിന് പലതും പറയാനുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ തന്നെ വളരെ മാനസികമായി വളരെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ തന്നെ പാണക്കാട് കുടുംബവും അതിന് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. വളരെ സൗഹൃദപരമായിട്ട് നമ്മുടെ സമുദായത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ നേതൃത്വം, അതുപോലെ തന്നെ പാണക്കാട് നേതൃത്വം, ഇത് ഒരാശങ്കാജനകമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഭിന്നിപ്പ് അഥവാ അകൽച്ച കൂടുന്ന നിലക്ക് ഏതാണെങ്കിലും ഇടപെടുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ അകൽച്ച കൂടുതലൊരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് നമ്മൾക്ക് വിചാരിക്കുന്നു. അതുകൊണ്ട് ഉസ്താദിനോട് ഞാൻ ചോദിക്കുന്നത്, ഈ രണ്ട് പാണക്കാട് കുടുംബവും സമസ്തയും തമ്മിലുള്ള ആ സുദൃഢമായ ബന്ധം പഴയകാല പ്രതാപത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ എന്താണ് ഉസ്താദിനെ പോലത്തെ ആളുകൾക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല നിലക്കും സമസ്തയുടെ ആളുകൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പാണക്കാട് കുടുംബത്തെ വിമർശിക്കുന്നു. ശരിക്കും നോക്കുമ്പം അവർ സമസ്തയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ ഒന്നും ആയിരിക്കില്ല. ശരിക്കും വഹാബികൾ പോലും ചില ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് പാണക്കാട് കുടുംബത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് IUML എന്നൊക്കെ ഫേക്ക് ഐഡിയ ഒക്കെ ഉണ്ടാക്കി സമസ്തയുടെ നേതാക്കന്മാരെയും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു, തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരായ ആളുകൾ കാണുമ്പോൾ സമസ്തക്കാർ ലീഗിനെ എതിർക്കുന്നു, ലീഗുകാർ സമസ്തയെ എതിർക്കുന്നു എന്നാണ് തോന്നലുണ്ടാകുന്നത്. ശരിക്കും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ സുദൃഢമായ ബന്ധം തകർന്നു കിട്ടാൻ ഇവിടുത്തെ വിദ്യാർത്ഥികാരടക്കം പല ആൾക്കാരും അവരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുദൃഢമായ ബന്ധം ഓരോ മഹല്ലുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ സുദൃഢമായ ബന്ധത്തോടു കൂടിയാണ്, എല്ലാവരും പരസ്പര വിശ്വാസത്തോടു കൂടിയാണ്. നമ്മുടെ മഹല്ലുകളിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പാണക്കാട് കുടുംബം ഉണ്ടാവും, അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കന്മാരുണ്ടാവും. അതുപോലെ തന്നെ മദ്രസ ഉദ്ഘാടനത്തിന് സമസ്തയുടെ നേതാക്കന്മാരുണ്ടാവും, പാണക്കാട് കുടുംബം ഉണ്ടാവും. ഇത് കുറേ കാലങ്ങളായി തുടരുന്നതാണ്. അതിൻ്റെ ഒരു വല്ലാത്ത സൗന്ദര്യവുമാണ് അവർ രണ്ട് പാണക്കാട് കുടുംബവും അതുപോലെ സമസ്ത നേതൃത്വവും നമ്മുടെ വേദികളിൽ എത്തുക എന്നുള്ളത്. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു നിഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സംഘടനയിലും സജീവമായി പ്രവർത്തിച്ച ഉസ്താദിന് ഇത് സംബന്ധമായി
ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ എന്താണ് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് എനിക്ക് അറിയാനുള്ളത്, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് താങ്കൾ പറഞ്ഞ പോലെ 80 വയസ്സ് കഴിഞ്ഞു. ഞാന് വന്ദ്യരായ താജുൽ ഉലമ സദഖത്തുള്ള മൗലവി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായ കാലഘട്ടത്തിൽ 1960കളിൽ സമസ്തന്റെ ഒരു ഖാദിമായി പ്രവർത്തനം തുടങ്ങിയാണ്. ഞാൻ പരപ്പനങ്ങാടി ഓടുന്ന കാലത്ത് പരപ്പനങ്ങാടി എൻ്റെ ഉസ്താദ് മർഹൂം NK മുഹമ്മദ് മുസ്ലിയാർ, അവർ ഇപ്പറഞ്ഞ വന്യരായ സദഖത്തുള്ള ഉസ്താദിന്റെ ഒരു പ്രധാന ശിഷ്യനായി വണ്ടൂരിൽ നിന്ന് കിതാബ് ഓതി ബാഖിയാത്തു സ്വാലിഹാത്തിൽ പോയി ബിരുദമെടുത്ത് കിതാബ് നന്നായിട്ട് ഓതിയ ഒരു വ്യക്തിത്വമായിരുന്നു NK മുഹമ്മദ് മുസ്ലിയാർ. 4 കൊല്ലം ഞാൻ അദ്ദേഹത്തിൻ്റെ കിതാബ് ഓതി. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം, ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ തെറ്റായ ആദർശം വൃത്തിയായി എന്നെ പഠിപ്പിച്ചത് NK ഉസ്താദും ശേഷം മർഹൂം മലയം അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകളാണ്. ഇവർ രണ്ടുപേരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയ മഹാന്മാരാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അക്കാലത്ത് 60കളിൽ ഞാൻ പരപ്പനങ്ങാടി ഓടുന്ന കാലത്ത് സദഖത്തുള്ള മൗലവി സമസ്തയുടെ പ്രസിഡന്റായ ആ കാലഘട്ടത്തിൽ അൽഫിയും ഫത്വമീനും ഓതി തഫ്സീറും മിഷ്കാത്തും തുടങ്ങിയവരെ മുഴുവൻ സമസ്തയിലെ ജനറൽ ബോർഡ് മെമ്പർ ആക്കാൻ വേണ്ടി ഒരു പടയോട്ടം തന്നെ നടത്തിയിരുന്നു. അന്ന് സമസ്തയിൽ മെമ്പർഷിപ്പ് എടുത്തോടെ അവിടുന്ന് നേരിട്ട് പരപ്പനങ്ങാടിയിൽ നിന്ന് അന്ന് ഉസ്താദ് പോയത്, സദഖത്തുള്ള ഉസ്താദ് പോയത് ചാലിയത്തക്കാർ OK ഉസ്താദ് അവിടെ ദർശനത്തിൽ എത്രയോ കുട്ടികൾ ഞാൻ കൂടെ പോയി. ഈ OK ഉസ്താദും സദഖത്തുള്ള ഉസ്താദിന്റെ ശിഷ്യനും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന, അക്കാലത്ത് സമസ്തയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഖാദിമായ എനിക്ക് സമസ്തയെ പറ്റി നിങ്ങൾ പറഞ്ഞോളാം കുറച്ചൊക്കെ പരിചയം. കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സമസ്തക്ക് നേതൃത്വം കൊടുത്തു. ആ ചരിത്രത്തോട് പറയേണ്ടിയില്ല, എല്ലാവർക്കും അറിയാം. ഒന്നരായവരൊക്കെ മുല്ലക്കോയ തങ്ങൾ നബറുല്ലാഹു മർക്കദഹു തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരേ എത്തി നിൽക്കുന്ന സമസ്തയുടെ നേതൃത്വം എക്കാലത്തും പ്രഗത്ഭമതികളും മഹാന്മാരുമാണ്. അവിടെ നേതൃത്വത്തിൽ സമസ്ത ഇന്നും ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളല്ലാതെ വേറെ ആളുടെ അഭിപ്രായം എനിക്ക് പറയുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായം എനിക്ക് മനസ്സിലായിട്ടോ. ഇന്ന് ഷെയ്ഖുൽ ജാമിയ വന്നരായ ആലിക്കുട്ടി ഉസ്താദ്
തവലല്ലാഹുള്ള MT ബഹുവന്യരായ MT അബ്ദുൽ ഹുസൈൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് സംസ്ഥാനത്തിൽ. അപ്പോ സമസ്തയുടെ നേതൃത്വം കേരള മുസ്ലിം സമാജത്തിന് ഉണ്ടാക്കി കൊടുത്ത നേട്ടം ചില്ലറയല്ല. അതോടെ വിവരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും എന്നല്ല, ഇന്ത്യൻ്റെ പുറത്തുള്ള അറബ് രാഷ്ട്രങ്ങളിൽ പോലും കാണാത്ത ഇസ്ലാമിക ചൈതന്യത്തിന് കാരണം സമസ്തയും അതിൻ്റെ നേതാക്കളും കീഴടങ്ങളുമാണ് എന്ന് അല്പസ്വല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കും. എന്തിനാണ് സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തന്റെയും ബദ്ധവൈരിയായിരുന്നു ചേകനൂർ മോഹൻ. 2-3 വട്ടം യാദൃച്ഛികമായി അദ്ദേഹവുമായി സംസാരിക്കാൻ ഇടവന്നപ്പോൾ ഇക്കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സമസ്തയുടെ പ്രവർത്തനം കൊണ്ട് സാധാരണക്കുണ്ടായതാണ് ഊഹത്തരമാ പറഞ്ഞിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ എഡിറ്റർ മടവൂർശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അഭിപ്രായമുണ്ട്. സമസ്ത കേരള മുസ്ലിം ജനങ്ങൾക്ക് ചെയ്ത, മുസ്ലിമീങ്ങൾക്ക് ചെയ്ത അതിമഹത്തായ നേതൃത്വം കണ്ണുള്ളവർക്കൊക്കെ കാണും. സമസ്തക്ക് നേതൃത്വം കൊടുത്തത് ഞാൻ പറഞ്ഞ പോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ. അതോടുകൂടി പാണക്കാട് വന്നിരായ പൂക്കോയത്തങ്ങൾ, ശേഷം ശിഹാബുദങ്ങൾ, ഉമറലി ശിഹാബുദങ്ങൾ, ഹൈദരലി ശിഹാബുദങ്ങൾ, ഇപ്പോൾ സാദിഖ് അലി ശിഹാബുദങ്ങൾ, പാണക്കാട് കുടുംബം എക്കാലത്തും കേരള മുസ്ലിംകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കേരളക്കരയിൽ, കേരള മുസ്ലിങ്ങളുടെ അറിയപ്പെട്ടവരാണ്. പറഞ്ഞ പ്രകാരം പിന്നെ സമസ്തക്ക് പാണക്കാട് കുടുംബം പൂക്കോയത്തങ്ങൾ മുതൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥയുടെ SYSന്റെ തലപ്പത്താണെങ്കിൽ, അതുപോലെ SKSFന്റെ തലപ്പത്താണെങ്കിൽ, അതെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ മുഷാവറ എന്നായിരുന്നു ബാഫക്കി തങ്ങൾ, പാണക്കാട് ശിഹാബ് തങ്ങൾ. അവരൊക്കെ സമസ്തയുടെ നേതൃത്വത്തിനുള്ളവരാണ്. അവരും സമസ്ത കേരള ജമീയത്തുകൾക്ക് നേതൃത്വം കൊടുത്തതും സമസ്തയെ നയിച്ചതും കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. നമ്മളൊക്കെ അറിവും വിവരവും വന്നതിന് ശേഷം ഒന്നിരായ കണ്ണിത്തുസ്താൻ, ഒന്നിരായ ശംസുൽ, ഒന്നിരായ KK ഉസ്താദ്, ഒന്നിരായ കോട്ടുമല ഉസ്താദ്, ഒന്നിരായ കാലമ്പാടി ഉസ്താദ്, ഒന്നിരായ KT മാനുസ്താദ്, മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് സമസ്തക്ക് നേതൃത്വം കൊടുത്തത്. എന്നാൽ അവരൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ മുമ്പിൽ നിൽക്കുകയും ചെയ്ത മഹാരഥന്മാരാണ് പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇവരൊക്കെ സമസ്തയുടെ കൂടെ തന്നെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ
അവരാദരിച്ചു, ഇവർ അങ്ങോട്ട് ആദരിച്ചു. ആ രൂപത്തിലാണ് സമസ്തക്ക് നേതൃത്വം കൊടുത്തു പോകുന്നത്. അത് തന്നെയാണ് സമസ്തയുടെ വളർച്ചയുടെയും സമസ്തയുടെ ആ പ്രതാപത്തിൻ്റെയും ഒക്കെ കാരണമായിട്ട് സമസ്തക്ക് ഇത്രയും വലിയൊരു പേരും സ്ഥാനവും അംഗീകാരവും കേരള മുസ്ലിംകളുടെ ലഭിക്കാനുള്ള കാരണവും മറ്റൊന്നല്ല, ഇവിടെയൊക്കെ നേതൃത്വം. പാണക്കാട് കുടുംബം എക്കാലത്തും കേരള മുസ്ലിംകളുടെ ഒരു നല്ല സ്റ്റാൻഡേർഡിലുള്ള എന്ന് പറഞ്ഞാൽ ഉയർന്ന പദവിയിലുള്ള മഹൽ കുടുംബമാണ്. ഇപ്പോൾ മഹാന്മാരായ സമസ്തന്റെ നേതാക്കളും പാണക്കാട് കുടുംബവും കൂടി കൂടിയപ്പോൾ നമ്മുടെ കേരള മുസ്ലിങ്ങൾക്ക് അതൊരു വലിയ നേട്ടമായി. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഇതുവരെ വന്ന പോലെ തന്നെ തുടർന്നും കേരള മുസ്ലിങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കണം. വന്യരായ നമ്മൾ പറഞ്ഞല്ലോ, സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ പാണക്കാട് സയ്യിദ് സാലിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയിട്ടുള്ളവരെല്ലാം കൂടിയിട്ട് തന്നെ നമ്മുടെ കേരള മുസ്ലിം സമാജത്തിന് നേതൃത്വം കൊടുക്കണം. അപ്പോഴേ ഇതുവരെ നമ്മൾ കാത്തു സൂക്ഷിച്ചു പോന്ന നമ്മുടെ പവറും റെസ്പെക്റ്റും ഒക്കെ നിലക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ നേതാക്കളുടെ ചെറിയൊരു അകൽച്ച ഉണ്ടോ എന്ന സംശയം നമുക്കൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഈ നേതാക്കളൊക്കെ കാര്യം മനസ്സിലാക്കുന്നവരാണെന്നും കാര്യത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കുമെന്നും അവര് ഭിന്നിച്ചു കഴിഞ്ഞാൽ സമുദായത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അതിഗുരുതരമായിരിക്കുമെന്നും നമ്മളെക്കാൾ അവരറിയും. അതുകൊണ്ട് തന്നെ അവരത് ചിന്തിച്ച് വേണ്ടതുപോലെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉസ്താദ്, ഈ പ്രശ്നം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും പല മാധ്യമങ്ങളിലും പിന്നെ സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലൊരു അകൽച്ച ഉണ്ട് എന്ന നിലയ്ക്ക് ഇങ്ങനെ അത് കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദൊക്കെ ഈ രംഗത്ത് പിന്നെ ഒരു 10-52 വയസ്സുള്ള സമസ്തയിലെ പാണക്കാട് കുടുംബത്തെയൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉസ്താദിനൊക്കെ ഇപ്പം ശരിക്കും സയ്യിദുൽ ഉലമയോടൊക്കെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പ്രായമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ രണ്ട് നേതൃത്വവുമായിട്ടോ അല്ലെങ്കിൽ സമസ്ത നേതാക്കളുമായിട്ടും അതുപോലെ പാണക്കാട് കുടുംബമൊക്കെ ആയിട്ട് ഈ വിഷയത്തിൽ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഉസ്താദൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഇടപെടുന്നത് നന്നായിരിക്കില്ലേ? ഞാനൊരു സംഭവം പറയാം. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ AP വിഭാഗവുമായിട്ട് യോജിപ്പിക്കണം. രണ്ടും സുന്നികൾ തന്നെയല്ലേ, അന്നേക്ക് യോജിച്ചു പോവരല്ലേ സമുദായത്തിന് നല്ലത് എന്ന് തോന്നി. അങ്ങനെ കുറെ ആൾക്കാർ കൂടിയിട്ട് ഞാനടക്കമുള്ള കുറച്ച് ആൾക്കാരാണ് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. ഞാൻ ഈ നേതാക്കളെ ഒരു പവർ പറയാം. അതിന് ഞങ്ങൾ ആദ്യമായി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് പോയി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്താണ്. അദ്ദേഹത്തോട് ഈ വിഷയം നമ്മൾ പറഞ്ഞു. നാടുകളിലൊക്കെ
ഇങ്ങനെ പള്ളിയും മദ്രസയും പ്രശ്നങ്ങളും ധാരാളമായി ഉണ്ട്. അതൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മസലത്തിൽ എത്തിക്കൂടെ എന്ന് ഹൈദലി ചങ്ങനോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 3-4 ആൾ തങ്ങളെല്ലാം കേട്ട് പറഞ്ഞു, നല്ല കാര്യമാണ്, ശരിയായ ചാനൽ നല്ല നിരക്ക് വരികയാണ്, തിരക്കിടുന്നില്ല, നല്ല കാര്യം, നിങ്ങൾ ശ്രമിച്ചു നോക്കി എന്ന് തങ്ങൾ പറഞ്ഞൊരു വർത്താനം. നിങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെടുത്ത് പോകണം, തങ്ങളുടെ അഭിപ്രായം, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ തങ്ങളെ കാണാൻ പോയി, ജീവിതങ്ങളെ പോയി. തങ്ങളോട് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു വരുന്നത് സാദിഖ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അടുത്ത് നിങ്ങൾ പോയി പറഞ്ഞപ്പം വേഗം തന്നെ സമസ്തയുടെ പ്രസിഡന്റിന്റെ അടുത്ത് പോയി എല്ലാവരും മുഷാവറ ചെയ്തിട്ട് കാര്യങ്ങൾ നീക്കാം എന്നാണ് ആ ഒരു അവസ്ഥ പണ്ടേ തുടർന്ന് വരുന്നൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി തങ്ങളെത്തി ജിഫ്രി മുഹമ്മദ് തങ്ങളോട് ഞങ്ങൾ പാണക്കാട്ട് പോയതോ ഹൈദരലി ഞങ്ങൾ അങ്ങനെ തോന്നി ഇപ്പം പറയണ്ട, തങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പം അദ്ദേഹം അങ്ങോട്ട് രാത്രി വിളിച്ചുകൊണ്ട് അവിടെ എത്തി, ഞങ്ങൾ 4 ആളെ ഞങ്ങൾ എത്തിയിട്ട് വിശദമായ കാര്യങ്ങൾ ചോദിച്ചു. ബന്ധുരങ്ങൾ തങ്ങളും ഹൈദരലി തങ്ങളും പറഞ്ഞ അതേ രൂപം നല്ലതല്ലേ, എപ്പോഴും സുന്നികൾ തമ്മിൽ യോജിച്ച് പോകാം, അത് ശരിയായ ചാനൽ വേണം, നല്ല രൂപത്തിലായിരിക്കണം, എല്ലാവരും ഇജ്ജത്തും ഉപരി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, എല്ലാവരും ഇജ്ജത്തും റെസ്പെക്റ്റും കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളി. ഇത് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ പാണക്കാട്ട് ഹൈദരലി തങ്ങൾക്ക് പോകണം, എന്നിട്ട് അദ്ദേഹത്തോടെ ഞങ്ങൾ ഇന്ന് തങ്ങൾക്ക് പോയതൊന്നും പറഞ്ഞില്ല, ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി 5-8 മാസമായി കൂടിയിരിക്കുന്നു. അവസാനം ഒരു മസലത്ത് കമ്മിറ്റി തങ്ങൾ വന്നു. ആ മസലത്ത് കമ്മിറ്റിയിൽ ചെയർമാനായിട്ട് സാദിഖ് അലി തങ്ങൾ വന്നു, കൺവീനറായിട്ട് ഡോക്ടർ ലത്തീഫ് മെഡിക്കൽ കോളേജിൽ അയാൾ വന്നു. അങ്ങനെ 7 ആള് 7 കമ്മിറ്റി. അത് ശരിക്കും കുറെ ഒരു പുരോഗതി മുന്നോട്ട് വന്നു. അങ്ങനെ മസലത്ത് കമ്മിറ്റി 4 പിന്നെ ഞങ്ങൾ കത്ത് കൊടുത്തു. 7 അംഗ കമ്മിറ്റിയാണ്, ഞാനൊക്കെ അതിന് മെമ്പറാണ്. അല്ല, ആ മസലത്ത് കമ്മിറ്റിയുടെ ശ്രമഫലമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. എന്താന്ന് വെച്ചാല് ഇപ്പം നടന്നെന്ന് മാത്രല്ല, നമ്മൾ തമ്മിലുള്ള സുന്നികൾ തമ്മിലുള്ള അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മള് പിന്നെ സ്റ്റേജ് കെട്ടി പരസ്പരം അസഭ്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ എഴുത്തിൽ കൂടിയുള്ള അതൊക്കെ നിന്നിട്ടുണ്ട്. അതൊക്കെ അതായത് സമസ്ത 2 സമസ്തക്കും നമ്മൾ കത്തു കൊടുത്തു. സമസ്തകളെ ജമിയത്തുലമ കൊടുത്തു, AP വിഭാഗത്തിലും കത്ത് കൊടുത്തു, ഇലക്ഷൻ ഈ 7 ആള്, ഞാനടക്കം 7 ആള്, സാദിഖ് അലി തങ്ങൾ, പിന്നെ ചെയർമാൻ ഡോക്ടർ ലത്തീഫ്, കൺവീനർ, അങ്ങനെ ഞങ്ങളൊരു ലെറ്റർ പേഡൊക്കെ അടിച്ച് ഞങ്ങൾ 7 ആള് പേരുണ്ടായിരുന്നു. ആ ലെറ്റർ പേഡ് ഇപ്പോൾ നോക്കിയാൽ കാണും. ആ ലെറ്റർ പേഡ് ഞങ്ങൾ കത്ത് കൊടുത്തു. ഈ മുഷാവറക്കും കൊടുത്തു, മറ്റേ മുഷാവറക്കും കൊടുത്തു. അങ്ങനെ 2 മുഷാവറയും വേറെ വേറെ ചേർന്നിട്ട് 4 ആളെ വീതം തന്നു ചർച്ച ചെയ്യാൻ. അത് 4 ആളിൽ നിന്നു, ഈ 4 ആളിൽ നിന്നു. അങ്ങനെ ഈ 4-ഉം 8 ആൾ ഇരുന്നിട്ട് ഈ വിഭാഗത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്ത് കുറേ മുന്നോട്ട് പോയി. പിന്നെ അതങ്ങനെ സ്തംഭിച്ചു പോയി. അപ്പം ഞാനതല്ല ഇവിടെ പറഞ്ഞത്. ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, ഞാനെന്ന് വരെ 2 ആളെ മനസ്സിലാക്കി. പാണക്കാടിൻ്റെ അന്നത്തെ റയീസ് ലീഡർ ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഇതായിരുന്നു സമസ്തയുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും
ഇടയുള്ള ബന്ധം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് അപ്പം മാത്രം പല സമയത്തും ആ ബന്ധത്തിൽ ഇപ്പം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വന്നതിന് ശേഷം ആ സുദൃഢമായ ബന്ധത്തിന് എന്തെങ്കിലും പോറൽ വന്നിട്ടുണ്ടായി തോന്നുന്നു? എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരകൽച്ചയില്ല. പല സ്ഥലത്തും അവരൊരുമിച്ച് കൂടുമ്പോൾ വളരെയേറെ ബഹുമാനത്തോടുകൂടി പരസ്പരം ആദരിക്കുകയും അതായത് ഓരോരുത്തരുടെയും റെസ്പെക്ട് കീപ്പ് ചെയ്യുകയും ചെയ്തിട്ടാണ് രണ്ടുപേരും. ഇപ്പോൾ മടവൂര് പരിപാടി, മടവൂര് മക്കാമിലെ രണ്ടാൾ വന്നിരുന്നു, ഒന്നായിട്ടിരുന്നു. അപ്പോൾ തങ്ങളവിടെ കാത്തുനിന്ന് ഐതര്യങ്ങൾ വരുന്നവരെ, അല്ല സാദിഖ് അലി തങ്ങൾ വരുന്നവരെ വന്നതിന് ശേഷം നിങ്ങൾ കയറിയിരുന്നിട്ട് ഒലമിൽ ഒന്നായിട്ട് പോയി അങ്ങനെ പലപ്പോഴും. അതുപോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ പ്രസംഗം കഴിയുന്നത് വരെ സാദിഖ് അലി ശിഹാബ് തങ്ങളും ആ വേദിയിൽ തന്നെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാദിഖ് അലി തങ്ങള് സയ്യിദുൽ ഉലമ അത്ര വയസ്സില്ലാന്നേ ഉള്ളൂ. പക്ഷേ ഈ രംഗത്ത്, പ്രവർത്തന രംഗത്ത് തഴക്കവും പഴക്കമുള്ള ഒരു മാൽ വ്യക്തിത്വമാണ് സാദിഖ് അലി തങ്ങൾ. കാരണം SKSFന്റെ എത്രയോ കാലത്തെ നേതാവല്ലേ. SKSF ഈ നിലപാടിലേക്ക് വരാനുണ്ടായ കാരണം സാദിഖ് അലി തങ്ങൾ നേതൃത്വം കൊടുത്തിട്ടല്ലേ. സാദിഖ് അലി തങ്ങൾക്ക് എല്ലാ രംഗത്തും പരിചയമുണ്ട്, എല്ലാ രംഗത്തും പരിചയമുള്ളൊരു വ്യക്തിത്വമാണ്, എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് സാദിഖ് അലി തങ്ങളും സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒന്ന് മനസ്സ് കൊടുത്താൽ ഓരോ രണ്ടുമായിട്ട് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാനിപ്പോഴും എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും. ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പറഞ്ഞ് തീർത്ത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സമുദായത്തിന് വേണ്ടി അവർ ഒത്തൊരുമിച്ച് ഈ സമുദായത്തെ നയിക്കണം എന്നാണ് നമ്മളെപ്പോലത്തെ കോടികളുടെ അഭിപ്രായം. കോടികളുടെ അഭിപ്രായം. ഇത് സാർ പറഞ്ഞ പ്രകാരം സയ്യിദുൽ ഉലമയും സാദിഖ് അലി ശിഹാബ് തങ്ങളും അവരൊന്നും ഒരു വട്ടമേശക്ക് ചുറ്റും ഇരുന്നാൽ തീർക്കാവുന്നതേ ഉള്ളൂ വിഷയം. പക്ഷെ ഈ അകൽച്ച കൂട്ടുന്നതിന് വേണ്ടി ഇരുപക്ഷത്തു നിന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ചോട്ട നേതാക്കന്മാരൊന്നും പറഞ്ഞുകൂടാ, ചില ആൾക്കാർ അകൽച്ച കൂട്ടാൻ വേണ്ടി ശ്രമം നടത്തുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതൊക്കെ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ പഴയ കാലല്ല. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ്. അത് ഔട്ട് ചെയ്യാൻ സൗകര്യമുള്ളൊരു കാലമാണ്. പണ്ടത്തെ മാതിരി ഇത് പത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. സോഷ്യൽ മീഡിയ വികസിച്ച ഈ കാലഘട്ടത്തിൽ ഒരു എഡിറ്ററില്ലാത്ത ഒരു സംഗതിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് എഡിറ്റ് ചെയ്യേ കാര്യങ്ങൾ നോക്കുകയൊന്നും ചെയ്യേണ്ടിയില്ല, അങ്ങനെ പറഞ്ഞുവിട്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ ലോകത്ത് മൊത്തം വ്യാപകമാണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം അതിൻ്റേതായ ഒരു ദോഷം പൊതുവേ എല്ലാ സംഘടനാ രംഗത്തും വന്നു ഭവിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ചെയ്താലും ചിന്തിച്ചാലും അതൊക്കെ പുറത്തൗട്ടാക്കാൻ പറയുന്ന ഒരു കാലഘട്ടമാണ്, പറ്റിയൊരു കാലഘട്ടം. അപ്പം അതിൻ്റേതായ ഇല്ലാത്തതും ഉദാഹരണത്തിന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്ത് പോയിട്ട് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ സയ്യിദുൽ ഉലമയുടെ അടുത്ത് പോയിട്ട് ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയും ഇത് വഷളാക്കാൻ വേണ്ടി ഒരു ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരെയും കുറ്റം പറയണ്ട. സംഭവം എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നേതാക്കൾ പിന്നപ്പോ സാദിഖ് അലി തങ്ങളുടെ കൂടെയുള്ള നേതാക്കളും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കൂടെയുള്ള നേതാക്കളും ഈ നേതാക്കളൊക്കെ വിവരങ്ങളിലും തന്നെ. പിന്നെ മറ്റൊന്ന് പിന്നെ പഴയ ഇപ്പൊ പൊതുവെ പറയുന്നുണ്ട്, പിന്നെ പഴയ നേതൃത്വത്തെ ഇപ്പൊ സമസ്തയുടെ മുമ്പത്തെ പ്രസിഡന്റിനെ പോലെയല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ്. അതുപോലെ തന്നെ അതിപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെയുള്ളവർ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഉമർ അലി ശിഹാബ് തങ്ങളാവട്ടെ, പിന്നെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊന്നും വലിയൊരു പ്രസംഗം നടത്തൂലായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ പിന്നെ അസരി തങ്ങൾ,
കാളമ്പാടി ഉസ്താദ്, കണ്ണിത്ത് ഉസ്താദ്, ഇവരും അതുപോലെ തന്നെ വലിയൊരു പ്രസംഗത്തിന്റെ ആൾക്കാരൊന്നും അല്ലായിരുന്നു. സയ്യിദുലമയും നല്ലതായി വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നന്നായി പ്രസംഗിക്കും, കുറഞ്ഞ സമയം പ്രസംഗിക്കും തന്നെ ചെയ്യാം. അപ്പം കൂടുതൽ സംസാരിക്കും. അപ്പം ഈ പുതുതലമുറക്ക് യോജിച്ചതായിട്ടുള്ള നേതൃത്വം തന്നെയാണ് ഇരുപക്ഷത്തുള്ളത്. അതുകൊണ്ട് അന്നത്തതുപോലെ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരാവശ്യം തന്നെയല്ല, കാലത്തിനനുസരിച്ച് അതെ അതെ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റം വരുത്തണ്ടേ. അതായത് പഴയ കാലം പോലെ അല്ലല്ലോ ഇപ്പോ. അപ്പൊ അതിനനുസരിച്ചുള്ള നേതൃത്വവും നേതാക്കളും വേണം. ഇപ്പം ലീഗിനുള്ളതാവട്ടെ അപ്പുറത്തെ സമസ്തക്കുള്ളതാവട്ടെ കാലത്തിനനുസരിച്ചുള്ള നേതാക്കൾ തന്നെയാണ്. അതെ അതെ അവർക്ക് അതൊക്കെ അറിയാം. മുമ്പൊന്നും ശരിക്ക് സമസ്തയുടെ നേതാക്കന്മാരൊന്നും പിന്നെ പത്രക്കാരുമായിട്ട് മീഡിയകളുമായിട്ട് സംസാരിക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ലീഗിന്റെ നേതൃത്വവും അഥവാ പാണക്കാട് കുടുംബം, ലീഗ് നേതൃത്വം എന്ന് പറയാൻ പാണക്കാട് കുടുംബമൊന്നും അങ്ങനെ പിന്നെ ചാനലുകളായിട്ട് സംസാരിക്കാറില്ല. ഇന്നിപ്പം രണ്ട് സമസ്തയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ചാനലുകളായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലൊക്കെ മനസ്സിലാകുന്ന ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, പാണക്കാട് കുടുംബത്തിനും സമസ്തയുടെ പ്രവർത്തകരിൽ നിന്ന് ചിലരുടെ നീക്കം കാരണം വലിയ വേദന അനുഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു തോന്നലോടെ സംസാരിക്കും. അതേപോലെ ഇപ്പുറത്തും പാണക്കാട് കുടുംബത്തിന്റെ കൂടെയാണെന്ന് പറയുന്നവര് നടത്തിയ ചില നീക്കം കാരണം ജിഫ്രി തങ്ങൾക്കും മറ്റും മനസ്സിന് വല്ലാത്തൊരു വേദന ഉണ്ടായിട്ടുണ്ട്. രണ്ടേ ഭാഗത്തിനും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മുടെ സംശയമാണ്. അവരേക്ക് ഇടപെടുമ്പോൾ അവരേക്ക് സംസാരിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നു. അതുണ്ടാവാം. ചിലപ്പോൾ പാണക്കാട് കുടുംബത്തെപ്പറ്റി ഇങ്ങേ ഭാഗത്തുള്ളവരെന്ന് പറഞ്ഞാൽ നേതാക്കളൊന്നുമല്ല. പണങ്ങൾ പറഞ്ഞോണം, നേതാക്കളൊന്നുമല്ല. അത് സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ എന്തൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വേദന ഉണ്ടായിട്ടുണ്ടാവും. അത് സഹിക്കാൻ കഴിയാത്ത ഒരു വിഷമം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ അപ്പുറത്ത് പാണക്കാട് കുടുംബത്തിന് കൂടെ നിൽക്കുന്നവരുടെ നീക്കം സയ്യിദുലമക്ക് മനസ്സിന് വേദന ഉണ്ടാവാം. അതാ ഞാൻ പറഞ്ഞത്. ഓലിയിട്ട് പരസ്പരം പറഞ്ഞു തീർക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടർന്ന് പറഞ്ഞിട്ട് പരസ്പരം തീർക്കുകയും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും. എന്നിട്ട് ഈ സമുദായത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ചെയ്യണം. പണ്ട് കാലത്ത് ചെയ്ത മാതൃക അതാണ്. എന്നെപ്പോലുള്ള കോടികളുടെ ആവശ്യവും അഭിപ്രായം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പള്ളികളിലും മദ്രസകളിലും ദീനീ സംരംഭങ്ങളിലും ദീനീ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം അവർ സ്പ്ലിറ്റായ നമ്മൾ ഈ പറഞ്ഞ നേതൃത്വം രണ്ടായി കഴിഞ്ഞാൽ, അകന്നു കഴിഞ്ഞാൽ, വേറെ നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷം എവിടെ നിന്ന് അപ്പോഴേ തിരിയും. ഇപ്പം പറയാൻ പറ്റില്ല. പറയട്ടെ, ചിലപ്പോൾ അവിടെ അയക്കും, അതേ ഇവിടെ അയക്കും. ഭൂരിപക്ഷം ഇടാന്നുള്ളതല്ല, രണ്ടിലും ആളുണ്ടാവും. രണ്ടിലും ആളുണ്ടാവും. ഏത് മാലിന്യം ഉണ്ടാവും, ഏത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. തോനെ വേണ്ടതിൽ പ്രശ്നങ്ങള് ഇനിയൊരു പിളർപ്പൊന്നും നമ്മുടെ സമുദായത്തിന് താങ്ങാനാവൂലല്ലോ. അതായത് AP വിഭാഗം അകന്നു പോയി. അക്കാലത്തുണ്ടായതിനേക്കാൾ രൂക്ഷമായ പ്രശ്നമായിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഉസ്താദിനെ പോലത്തെ മുതിർന്ന ആൾക്കാർ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സയ്യിദുലുമയായിട്ട് അഭേദ്യ ബന്ധമുള്ള ആളാണ്. അതേ പ്രകാരം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് ഉസ്താദിന് അഭേദ്യ ബന്ധമുണ്ട്. ഈ വിഷയത്തിൽ ഉസ്താദിന്റെ ഭാഗത്ത് ഒരു മസ്ലഹത്തിന്റെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ചെറിയൊരു ശ്രമത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായി. പക്ഷെ അത് സംഗതി രൂക്ഷമായപ്പോൾ ഞങ്ങൾ തൽക്കാലം അവിടെ നിർത്തിയതാണ്. ഇപ്പോഴും ഞങ്ങളത് പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ഇതിനിറങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ടു. അപ്പൊ ഞങ്ങൾക്ക്
രണ്ട് സെയ്തുമാരെയൊന്ന് പോയി കാണണം, എന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. പിന്നെ നമ്മളാരും ഈ ഹാദിമ്യങ്ങളായതുകൊണ്ടും ഈ പറയാനൊരു വലിയ വോയിസ് ഇല്ലാത്തത് കൊണ്ടും എന്താവുന്നുള്ള ആശങ്ക നമുക്കുണ്ടെങ്കിൽ എന്നാലും നമ്മുടെ നേതൃത്വത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ശ്രമിച്ചോട്ടെ. പക്ഷെ ഉസ്താദിന് പറയാൻ വോയിസ് ഇല്ലാത്ത ആളാണെന്നൊന്നും ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ സമസ്തയിലാണെങ്കിലും സമസ്തയുടെ പിളർപ്പിന് ശേഷമൊക്കെ തന്നെ വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയ ആളാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ വേദികളിലും ഉസ്താദ് അത് പിന്നെ നന്നായിട്ട് ഇ അഹമ്മദ് സാഹിബിന്റെ ഒക്കെ വേദികളിലൊക്കെ തന്നെ പ്രസംഗിക്കുക ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഉസ്താദിനെ പോലത്തെ ഒരാൾക്കാണ് ഇതിൽ രണ്ട് വിഭാഗത്തെ അഥവാ സമസ്തയുടെ നേതാക്കന്മാരെയും അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും കണ്ടിട്ട് ഒരു മസ്ലഹത്ത് ശ്രമം നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹം ആശങ്കയോടുകൂടി കാണുന്ന വലിയൊരു പിളർപ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്കൊക്കെ തോന്നുന്നത്. അത് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് 1977 ഞാൻ മുസ്ലിം ലീഗിന്റെ സ്റ്റേജിൽ രാഷ്ട്രീയ മുസ്ലിം. അതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഒരു 60കളിൽ ഞാൻ സംസ്ഥയിൽ സാധാരണ ഖാദിമായി ഒരു മെമ്പറായി പ്രവർത്തനം തുടങ്ങി. സൂചിപ്പിച്ചല്ലോ വന്നിരായ സദഖത്തുള്ള ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായ കാലത്ത് നമ്മളൊരു ജനറൽ ബോഡി മെമ്പറായിട്ട് നമ്മൾ സംസ്ഥയുടെ പ്രവർത്തകരുമാണ്. എന്ന് പറഞ്ഞാൽ സുന്നി സെക്രട്ടറിന് വേണ്ടിയും സുന്നതമായത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് 77 ഒരു 76 ഘട്ടത്തിലാണ് ഞാൻ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ സംസ്ഥയിൽ കുറെ കാലം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാൻ ലീഗിന് പ്രവർത്തിച്ചത്. അങ്ങനെ ആ പ്രവർത്തനം കുറെ തുടർന്നു. പിന്നീട് 2 ലീഗുകൾ തമ്മിൽ ഒന്നായപ്പോൾ പിന്നെ ഞാൻ വേഗത്തിൽ ഉൾവലിഞ്ഞു. അന്ന് ഞാൻ സംസ്ഥാന മണ്ഡലം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റായിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിയിലും സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് വേഗം പിന്നോട്ട് വലിഞ്ഞത് എന്തിനെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി 2 ലീഗ് ഒന്നായി. അപ്പം പിന്നെ എൻ്റെ ഒരു ആവശ്യമില്ല എന്ന നിലക്ക് ഞാൻ തന്നെയല്ല രാഷ്ട്രീയ പ്രവർത്തനം കയറി പ്രസംഗിച്ചിങ്ങനെ അത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ല. എന്നാലും ആ സമയത്ത് അത് ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഇറങ്ങിയെന്നാണ് ഞാൻ പുസ്തകമായിട്ട്. ഇത് ഈ ലേലം കഴിഞ്ഞത് കൂടി ഞാൻ ഒഴിവായി. പിന്നെ ഞാൻ ലീഗിൽ കൂടുതൽ പ്രവർത്തിച്ചിട്ടില്ല, ഒരു സജീവ രംഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ സമസ്തന്റെ പ്രവർത്തകൻ തന്നെയാണ്, ഹാദിമായിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന എന്താന്ന് പറഞ്ഞാൽ സമസ്തയിലെ ഭൂരിപക്ഷം ആളുകളും ലീഗിന്റെ പ്രവർത്തകരാണ്. ലീഗിലെ ഭൂരിപക്ഷം ആൾക്കാർ സമസ്തന്റെ പ്രവർത്തകരുമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത് സമസ്തയിൽ ഭൂരിപക്ഷം ആൾക്കാർ ലീഗാണ്, ലീഗിൽ ഭൂരിപക്ഷം ആൾക്കാർ സമസ്തക്കാർ. അപ്പം പിന്നെ ലീഗവും സമസ്തയും തമ്മിൽ തെറ്റിയാൽ എന്താവും നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്നത് വലിയ പ്രശ്നമില്ലത്. അപ്പൊ അതുണ്ടാവരുത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുണ്ടാവുകയില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. എന്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. പോലെ പറഞ്ഞ് തീർത്ത് വിട്ടുവീഴ്ച ചെയ്ത് ഒന്നാകണം. അതാണ് നമുക്കൊക്കെ നേതാക്കളോടും എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ചില ആളുകളോടൊക്കെ പ്രവർത്തനം അകൽച്ച കൂട്ടുന്ന നിലക്കുള്ള പ്രവർത്തനം നടക്കുന്നത് അത് നേതാക്കന്മാർ എന്നൊന്നും പറഞ്ഞുകൂടാ. അത് ഈ സാധാ പ്രവർത്തകന്മാരുടെ ഇടയിലൊക്കെ പലപ്പോഴും ചില ആൾക്കാർ വെല്ലുവിളി സ്വരത്തിലാണ്. ലീഗിനൊരു പാഠം പഠിപ്പിക്കും, അതുപോലെ സമസ്തനൊരു പാഠം പഠിപ്പിക്കും. ഇതൊക്കെ ഒരു ദീർഘവീക്ഷണമില്ലാതെ ഒരു സങ്കുചിതമായ മനസ്ഥിതിയിൽ നിന്ന് വരുന്നൊരു സംഭവങ്ങളാണ്. ഇതെങ്ങാനും പിളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? അത് ചിന്തിക്കാൻ അവർക്കാരും കഴിയുന്നില്ല. ഞാനിപ്പം ഉസ്താദിന്റെ അടുത്തേക്ക് ഇപ്പം വരാൻ കാരണം
മുസ്ലിം ലീഗിൻ്റെയും സമസ്തൻ്റെയും ഒക്കെ പല ആളുകളും നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നോട് പല ആൾക്കാരും പറഞ്ഞു, UK അബ്ദുൽ ലത്തീഫ് ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ഇൻ്റർവ്യൂ നടത്തണം. ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ടീമുമായിട്ട് സംസാരിക്കാൻ വോയിസ് ഉള്ള ആളാണ് ഉസ്താദ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉസ്താദിനോട് ഞങ്ങൾക്കുള്ളൊരു റിക്വസ്റ്റ്, ഉസ്താദ് ഈ വിഷയത്തിൽ സജീവമായിട്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് സമുദായം ഇനിയൊരു ഭിന്നിപ്പിലേക്ക് പോവാൻ നമുക്ക് താങ്ങാനാവില്ല. സമുദായം ഒരു അനൈക്യത്തിലേക്ക് പോയാൽ നമുക്ക് താങ്ങാനാവില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പള്ളി മഹല്ല്, അത് മാത്രമല്ലല്ലോ നമ്മൾ നല്ല സുദൃഢമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, നമ്മളെപ്പോഴും പറയാണ് ഈ സയ്യിദന്മാരൊക്കെ നമുക്കൊരു അഭിമാനമാണ്. പാണക്കാട് കുടുംബാവട്ടെ, അതുപോലെ സയ്യിദുലുമാവട്ടെ, ഇതൊക്കെ നമ്മളൊരു വലിയൊരു അസറ്റായിട്ട് നമ്മൾ കാണുകയാണ്, വലിയൊരു സമ്പത്തായിട്ടാണ് ഇവരൊക്കെ നമ്മൾ കാണുന്നത്. ഇവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾക്ക് എങ്ങനെ അപ്പൊ സമസ്ത നമുക്ക് മതസംഘടന എന്ന നിലയ്ക്ക് നമുക്ക് മതപരമായ നേതൃത്വം നൽകാൻ സമസ്ത നിർബന്ധമാണ്, സമസ്ത തന്നെ വേണം. അതുപോലെ തന്നെ പാണക്കാട് കുടുംബം നമുക്ക് ഒരിക്കലും പാണക്കാട് കുടുംബത്തെയും ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇതിന് ഒരു വളരെ നല്ല യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഒരു ശ്രമം ഇനിയും പുനരാരംഭിക്കണമെന്നാണ് പറയാനുള്ളത്. അതില് ഒന്നാമത്തത് സ്റ്റോക്ക് വന്നതിന് ശേഷം എനിക്ക് ആരോഗ്യം കുറവാണ്, വല്ലാതെ യാത്ര ചെയ്യാനോ പോകാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. അതില്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സജീവമായി നോക്കാമായിരുന്നു എന്നെനിക്ക് അഭിപ്രായം. പക്ഷെ ഇങ്ങനെ ഒരു ആരോഗ്യപരമായൊരു തടസ്സം ഈ വിഷയത്തിൽ. എന്നാലും നമ്മളെ കഴിവും നമ്മളെ താക്കത്തും അനുസരിച്ച് നമുക്ക് ശ്രമിച്ചൊക്കെ ഇൻഷാ അല്ലാഹ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ കേരള മുസ്ലിം സമാജം മുന്നോട്ട് വന്നത്, സുന്നി സമൂഹം ഇവിടെ പ്രവർത്തിച്ചത്, എങ്ങനെ ഇവർക്ക് നേതൃത്വം കൊടുത്തു, അതുപോലെ ഭാവിയിലും വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. നമ്മൾ നിങ്ങളെ സൂചിപ്പിച്ചു വന്നിരായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, വലിയ പണ്ഡിതനാണ്, സമസ്തന്റെ പ്രസിഡന്റാണ്. അതുപോലെ വന്നിരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് പാണക്കാടിന്റെ കാരണവരാണ്. വലിയൊരു കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് അവര് രണ്ടും, ആ 2 വിഭാഗവും യോജിച്ചു പോകണം. അതാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് തീർക്കണം. അതിന് വേറൊരാളും കേരളത്തിൽ വരാനില്ല. അവര് തന്നെ, ഈ സയ്യിദന്മാര് തന്നെ, പാണക്കാട് കുടുംബവും സമസ്തയിലെ പണ്ഡിതന്മാരും തന്നെ മുന്നോട്ട് വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടുകൂടി പറഞ്ഞു തീർത്ത് ഒത്തൊരുമയോടുകൂടി യോജിച്ച് നിന്ന് ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കണം. ഒന്നുകൂടി അവൾ അഭ്യർത്ഥിക്കണം. എന്നാൽ കേരള മുസ്ലിം സമാജം രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷങ്ങൾ പറഞ്ഞതുപോലെ പ്രശ്നം വളരെ ഗുരുതരമാണ്. പക്ഷെ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഇവരൊക്കെ, ഈ നേതാക്കളൊക്കെ അതിബുദ്ധിമാന്മാരും കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നവരും ചിന്തിക്കാൻ സാധിക്കുന്നവരും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയവരും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞൊതുക്കി വിട്ടുവീഴ്ച ചെയ്ത് അവരൊന്നായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.